നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടിട്ടുള്ള യുവരാജ് സിംഗിൻ്റെ യുവിയുടെ ഒരു മെമ്മോയറാണ് ഈ പുസ്തകം. ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് ഫ്രം ക്രിക്കറ്റ് ടു ക്യാൻസർ ആൻഡ് ബാക്ക്. ഇതാണ് പുസ്തകത്തിൻ്റെ ടൈറ്റിൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചിത്രകഥയിൽ ഈ പുസ്തകത്തെക്കുറിച്ചിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാർദവമായിട്ടുള്ള സ്വാഗതം. ഇതൊരു ബുക്ക് റിവ്യൂ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള യുവരാജ് സിംഗിൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം കടന്നു പോയിട്ടുള്ള വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡാണ്. ഈ ചലഞ്ചിങ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് എന്നൊക്കെ വിചാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കാനായിട്ട് ഇടയാവരുത്. കാരണം അദ്ദേഹം അത്യാവശ്യം ഒരു വെൽത്തി ആയിട്ടുള്ള ഫാമിലിയിലാണ് ജനിച്ചു വീഴുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ടഫായുള്ളൊരു ചൈൽഡ്ഹുഡ് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. യുവരാജ് സിംഗിൻ്റെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ പേര് യോഗരാജ് സിംഗ് എന്നാണ്. യുവരാജ് അദ്ദേഹത്തെ ഷെയർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി യുവരാജ് എന്നുള്ള ഒരു ക്രിക്കറ്ററെ ഷെയ്പ്പ് ചെയ്യുന്ന, മെൻറ്റർ ചെയ്യുന്ന ഒരു വിധം എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ള, ഭയങ്കര ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളിലൂടെയാണ്. അപ്പോൾ ഇത് യുവരാജിൻ്റെ ചൈൽഡ്ഹുഡിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത്, എനിക്ക് ഇദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ചൊക്കെ ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ട്, പല പ്രസ്താവനകളും അദ്ദേഹം ഇറക്കാറുണ്ട്, കുറച്ച് ടഫായിട്ടുള്ള ഫിഗറാണെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുസ്തകം വായിച്ചപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെ യുവരാജ് സിംഗ് കടന്നുപോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ 1-2 ഇൻസിഡൻസ് പറയാം. ഇതിലത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടിക്കാലത്ത് യുവരാജ് സിംഗിന് ക്രിക്കറ്റിനോട് വല്ലാത്തൊരു പാഷനൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഭയങ്കര ഉത്സാഹിയായിട്ടുള്ള, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു പയ്യനായിരുന്നു. എല്ലാ സ്പോർട്സിനോടും ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. ഉദാഹരണത്തിന് സ്പീഡ് സ്കേറ്റിംഗ് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ടെന്നീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള, ഡൈനാമിക് ആയിട്ടുള്ള ഒരു കുട്ടി. ഈ കുട്ടീനെ നിർബന്ധിച്ച് അല്ലെങ്കിൽ കുറേയൊക്കെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ക്രിക്കറ്റിലേക്ക് വഴിതിരിച്ച് വിടുന്നത് ഈ അച്ഛനാണ്, യോഗരാജ് സിംഗ് ആണ്. ഇതിൻ്റെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുടക്കത്തിൽ യുവരാജ് സിംഗിന് ക്രിക്കറ്റിനോട് അത്രമാത്രം ഒരു വലിയൊരു പാഷനൊന്നും തോന്നില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, സ്പീഡ് സ്കേറ്റിങ്ങിനോട് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. 11ാമത്തെ വയസ്സിലോ മറ്റോ അദ്ദേഹത്തിന് 11ാമത്തെ ക്ലാസ്സിലോ മറ്റോ സ്പീഡ് സ്കേറ്റിങ്ങിൽ അദ്ദേഹത്തിന് ഒരു ഗോൾഡ് മെഡലൊക്കെ നേടുന്നുണ്ട്. വല്ലാത്തൊരു റെക്കോർഡായിരുന്നു. പക്ഷേ ഈ ഗോൾഡ് മെഡൽ അഭിമാനപൂർവ്വം നേടിയിട്ടുള്ള യുവരാജ് സിംഗിൽ നിന്ന് അച്ഛൻ ഇത് പിടിച്ചു വാങ്ങി അദ്ദേഹം അത് മാറ്റിവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം കണിശമായിട്ട് പറയുന്നുണ്ട്, ഫോക്കസ് ഓൺ ക്രിക്കറ്റ്. അപ്പോൾ നമ്മളിന്ന് കാണുന്ന യുവരാജ് സിംഗ് എന്നറിയപ്പെടുന്ന ഒരു ക്രിക്കറ്റിംഗ് ജീനിയസിനെ പ്രൊഡ്യൂസ് ചെയ്തതിൽ അതിൽ ഈ അച്ഛൻ്റെ പങ്ക് ഭയങ്കര വലുതാണ്. ഈ പങ്കിനെക്കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ക്ലേശങ്ങൾ യുവരാജ് സിംഗ് സഹിക്കേണ്ടി വരുന്നുണ്ട്. ഇതിലെനിക്ക് ഭയങ്കരമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ്, ഞാനിത് തീവണ്ടിയിൽ വെച്ചിട്ടാണ് ഞാൻ വായിക്കുന്നത്. ഒരു ദിവസം പുലർച്ചെയാണ്, തിരുവനന്തപുരത്തോട്ടുള്ള യാത്രയാണ് തൃശ്ശൂരിൽ നിന്ന്. ഭയങ്കരമായിട്ട് പിടിച്ചു കുലുക്കിയിട്ടുള്ളൊരു രംഗം ഇതാണ്. അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റാണ്. സ്ട്രിക്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചണ്ഡീഗഡിലെ വിൻ്ററൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ് അല്ലേ, ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വിൻ്ററിൻ്റെ സമയത്ത് അതിരാവിലെ യുവരാജ് സിംഗിനെ എഴുന്നേൽപ്പിച്ച് അദ്ദേഹം ജോഗിങ്ങിനും മറ്റും പ്രാക്ടീസിനും മറ്റുമായിട്ട് വിടുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം പയ്യനല്ലേ, നമ്മളൊക്കെ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ അദ്ദേഹം ഉറങ്ങിപ്പോയി. അദ്ദേഹം എഴുന്നേൽക്കാനായിട്ട് മടി കാണിക്കുന്നുണ്ട്. അതിൻ്റെ ദേഷ്യം ഈ അച്ഛന് പ്രകടിപ്പിക്കുന്നത് ഒരു വലിയ ബക്കറ്റിൽ തണുത്ത വെള്ളം കൊണ്ടുവന്ന് മകൻ്റെ മുഖത്തോട്ട് ഒഴിച്ചിട്ടാണ്. ഈ ഒരു ഇൻസിഡൻറ്റ് ഭയങ്കര ട്രൊമാറ്റിക് ആയിട്ട് മാറിയെന്ന് യുവരാജ് സിംഗ് പറയുന്നുണ്ട്. അദ്ദേഹം തണുത്ത് വിറച്ചു പോയി. ഐസ് പോലെ കഠിനമായിട്ടുള്ള തണുപ്പേറിയ വെള്ളമാണ്. അദ്ദേഹത്തിന് ശ്വാസം കിട്ടുന്നില്ല. അദ്ദേഹം നേരെ കുളിമുറിയിലേക്ക് പോകുന്നു, ഈ ഹീറ്റർ ഓണാക്കുന്നു. ഈ ഹീറ്ററിൽ നിന്ന് ചുടുവെള്ളം വരുന്നത് വരെയുള്ള സമയം അദ്ദേഹം ലിറ്ററലി എന്താ പറയുക, യുഗം പോലെ തോന്നിയെന്നാണ് പറയുന്നത്. ആ മൊമെൻറ്റിൽ മറ്റു ഒരുപാട് ഇനി വരാനിരിക്കുന്ന നിമിഷങ്ങളിലൊക്കെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടീനേജ് സമയത്തും യുവരാജ് സിംഗ് എന്നുള്ള ഈ ഒരു പയ്യൻ തൻ്റെ അച്ഛനെ ശപിക്കുന്നുണ്ട്, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ആ മൊമെൻറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്തിനാണ് എന്നോട് ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കുന്നതെന്നൊക്കെ പുള്ളിക്കാരൻ ആലോചിക്കുന്നുണ്ട്. ഈ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. എനിക്ക് പെട്ടെന്ന് ആന്ദ്രെ അഗാസിയുടെ ഒരു ആത്മകഥയാണ് ഓർമ്മ വന്നത്. ഞാൻ വായിച്ചിട്ടില്ല പുസ്തകം, പക്ഷെ അതിലും ഇതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ ചില അനുഭവങ്ങൾ, കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു പാരൻ്റായിരുന്നു യുവരാജ് സിംഗിനെ. നമുക്കറിയാം, യുവരാജ് സിംഗൊക്കെ ഭയങ്കര അനായാസമായിട്ട് പേസ് ബോളേഴ്സിനൊക്കെ അടിച്ച് 6 ഒക്കെ പറത്തുന്ന ഒരു ബാറ്റ്സ്മാനാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ബാറ്റ്സ്മാനാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ.
ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ തീയുണ്ടകളെ പോലെ പാഞ്ഞു വരുന്ന ബൗൺസേഴ്സിൻ്റെയും അല്ലെങ്കിൽ യോർക്കേഴ്സിൻ്റെ ഒക്കെ മുമ്പിൽ ഹെൽമെറ്റ് ഇല്ലാതെ അദ്ദേഹത്തെ കൊണ്ട് മകനെ കൊണ്ട് യുവരാജ് സിംഗിൻ്റെ അച്ഛൻ ബാറ്റ് ചെയ്യിപ്പിക്കുകയായിരുന്നു. യുവരാജ് സിംഗ് പറയുന്നുണ്ട് ഒരു തരത്തിൽ തനിക്ക് അങ്ങനെയാണ് ഈ ബോളുകളോടുള്ള ഒരു പേടി, ഭയം മാറിയെന്ന് പറയുന്നുണ്ട്. അതിനു പുറമെ ഇദ്ദേഹം പല സമയത്തും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിന് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിക്കുകയാണെങ്കിൽ അച്ഛൻ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നുണ്ട്, അദ്ദേഹം അടിക്കാൻ വരുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്, തെറി പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു രഞ്ജി ട്രോഫിയിലോ മറ്റോ അദ്ദേഹം ഒരു വട്ടം 39 റൺസിന് ഔട്ടായി. ഈ ഔട്ടായത് അദ്ദേഹത്തിൻ്റെ ഒരു ശ്രദ്ധക്കുറവ് മൂലമാണ് യുവരാജ് സിംഗ് ഔട്ടാവുന്നത്. അന്ന് അദ്ദേഹത്തിന് വീട്ടിലേക്ക് വരാനായിട്ട് പേടിയായിരുന്നു. കാരണം ആ അലക്ഷ്യമായിട്ട് ഷോട്ട് കളിച്ച് ഔട്ടായി എന്നുള്ള കാര്യം അച്ഛൻ അറിഞ്ഞു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ തല്ലുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നു. അന്ന് രാത്രി യുവരാജ് സിംഗ് അദ്ദേഹം വീട്ടിലേക്ക് വരാതെ വീടിൻ്റെ പുറകിൽ, വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു കാറിൽ, അദ്ദേഹത്തിൻ്റെ ഒരു മാരുതി 800 മറ്റോ ആണ് അത് കിടന്നുറങ്ങിയെന്ന് പറയുന്നുണ്ട്. അത്രയ്ക്കും ഭയമായിരുന്നു അച്ഛനോട്. അത്രയ്ക്കും എന്താ പറയുക, ഒരു പേടിയും ദേഷ്യവും ഭയവും കറന്നിട്ടുള്ള ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഇമോഷനായിരുന്നു സ്വന്തം അച്ഛനോട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു യുവരാജ് സിംഗിൻ്റെ അച്ഛൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഓൾറൗണ്ടർ ആയിരുന്നു. 1983 ഐതിഹാസികമായിട്ട് കപിൽ ദേവിൻ്റെ നേതൃത്വത്തിൽ കപിലിൻ്റെ ചെകുത്താന്മാർ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു വേൾഡ് കപ്പ് ഉയർത്തുന്നുണ്ട്. അപ്പോൾ അന്ന് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കപിൽ ദേവിൻ്റെ ഒരു ഓൾറൗണ്ടിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. അതുപോലെ ഹരിയാനക്കാരൻ തന്നെയാണ് ഇദ്ദേഹവും, നമ്മുടെ യുവരാജ് സിംഗിൻ്റെ അച്ഛനും. അപ്പോൾ യുവരാജ് സിംഗിൻ്റെ അച്ഛൻ ഇതുപോലെയുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു, മറ്റൊരു കപിൽ ദേവ് ആകുമെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ആ ഒരു ഉയരത്തിലേക്ക് അദ്ദേഹത്തിന് എത്താനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അച്ഛന് നേടി എടുക്കാൻ സാധിക്കാത്ത ആ ഒരു കരിയർ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യങ്ങൾ സ്വന്തം മകനിലൂടെയാണ് ഈ യോഗരാജ് സിംഗ് സ്വപ്നം കാണുന്നത്. അത് എത്രത്തോളം ഒരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലമാറ്റിക് ആണ്. അതിലെവിടേക്കോ വല്ലാത്തൊരു ടോക്സിസിറ്റി കൂടിയുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഇന്ത്യൻ പാരൻസിനും ഇങ്ങനെയൊരു അനാവശ്യമായിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റും ഒരു ടോക്സിസിറ്റിയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. എന്ത് തന്നെയായാലും യുവരാജ് സിംഗിൻ്റെ ഈ ചൈൽഡ്ഹുഡിനെ ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടുകളുടെയും അല്ലെങ്കിൽ പ്രയാസത്തിൻ്റെയും ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, യുവരാജ് സിംഗിൻ്റെ ലൈഫ് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഗാണ്. ലിറ്ററലി അദ്ദേഹം ഒരു ബോസിനെ പോലെയാണ്. ഒരു ഇൻസിഡൻറ്റ് ഞാനിവിടെ പെട്ടെന്ന് ഓർത്തെടുക്കാം. ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ധോണിയുടെ ബയോപിക്, MS ധോണിയുടെ ഒരു ബയോപിക്, അതിൽ ഈ ഒരു ഇൻസിഡൻറ്റ് പരാമർശിക്കുന്നുണ്ട്. ഇത് നടക്കുന്നത് 1999 ഇൻസിഡൻറ്റ് എങ്ങനെയാണ്? കൂച്ച് ബിഹാർ ട്രോഫിയുടെ ഫൈനലാണ്. ബിഹാറിനെതിരെ പഞ്ചാബ് മത്സരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ദിവസം തന്നെ ബിഹാർ 357 റൺസോ മറ്റോ സ്കോർ ചെയ്യുന്നുണ്ട്. താരതമ്യേന വലിയ കുഴപ്പമില്ലാത്തൊരു റൺസാണ് ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ആ സമയത്ത് ഇവർക്കെതിരായിട്ട് പഞ്ചാബ് ബാറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുന്നു. നമ്മുടെ യുവരാജ് സിംഗ് ആണ് ബാറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. യുവരാജ് സിംഗ് 358 റൺസാണ് എടുക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ഒരു ടീം എടുത്ത സ്കോറിന് മുഴുവൻ അനായാസേന ഇദ്ദേഹം ഒറ്റയടിക്ക് ആ സ്കോർ അദ്ദേഹം കരസ്ഥമാക്കുന്നുണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള MS ധോണിയുടെ ബയോപിക്കിൽ ഈ ഒരു ഇൻസിഡൻറ്റ് ധോണി ഓർത്തെടുക്കുന്നത് എങ്ങനെയാണ്? ധോണി ഈ മാച്ച് കഴിഞ്ഞിട്ട് തൻ്റെ കൂട്ടുകാരോടൊപ്പം ബൈക്കിലൊക്കെ ഇരുന്നിട്ട് ഇതിനെ ഇങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ പരാജയപ്പെടാനായിട്ടുള്ള കാരണം യുവരാജ് സിംഗിൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെ മുമ്പിലാണ് തോറ്റുപോയെന്ന് പറയുന്നുണ്ട്. യുവരാജിൻ്റെ ഒരു ലൈഫിനോടുള്ളൊരു പാഷനും ആറ്റിറ്റ്യൂഡും ഒക്കെ അത് വല്ലാത്തൊരു എന്താ പറയുക, ഒരു നമുക്കൊക്കെ ഭയങ്കര ഒരു അതിശയകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ആ ഒരു ഫൂട്ടേജ്, സിനിമയിലത്തെ ഫൂട്ടേജ് ഭയങ്കര രസമാണ്. യുവരാജ് ഇങ്ങനെ ഹെഡ്സെറ്റൊക്കെ വെച്ച് ബബിളിങ്ങൊക്കെ ചുവച്ച് ഭയങ്കര മ്യൂസിക്കൊക്കെ ആസ്വദിച്ച് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് നടന്നു വരുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഈ ബീഹാർ എന്നുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ ടീനേജേഴ്സിൻ്റെ മൊത്തം കോൺഫിഡൻസ് പോയി എന്നാണ് ധോണി അതിൽ പറയുന്നത്. ത്രൂ ഔട്ട് ക്രിക്കറ്റിംഗ് കരിയറിലും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൽ നമുക്ക് ഈ ഒരു ബോസിനെസ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് കാര്യങ്ങൾ മൊത്തം കൺട്രോൾ ചെയ്യണം, എൻ്റെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കാനും എൻ്റെ ടൈംസിൽ ഡിക്റ്റേറ്റ് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. യുവരാജ് സിംഗിൻ്റെ ക്രിക്കറ്റിംഗ് സെലിബ്രേഷൻസിൻ്റെ കാര്യത്തിലായാലും അദ്ദേഹത്തിൻ്റെ വാശിയുടെ കാര്യത്തിലാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഈ കുട്ടിക്കാലത്ത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയാണ് 2007 T20 വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള യുവരാജിൻ്റെ അത്യുജ്വലമായുള്ളൊരു പെർഫോമൻസ്. സ്റ്റുവർട്ട് ബോർഡ് ഇദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് 6 ബോളുകളിൽ 6 സിക്സ് ആണ്. ലോകം ഇതുവരെ കാണാത്ത രീതിയിൽ അല്ലെങ്കിൽ ക്രിക്കറ്റിംഗ് കമ്മ്യൂണിറ്റി ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു
അതിഗംഭീരമായിട്ടുള്ള ഒരു 6 സിക്സറുകൾ. ശരിക്കും അതാണ് യുവരാജ് സിംഗ് എന്നുള്ള ഒരു ഹ്യൂമൻ ബീങ്. ആ വാശിയും പാഷനും ആ ഒരു ദേഷ്യവും ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് എടുക്കാവുന്ന, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് തിരിച്ചെടുക്കാവുന്ന, അല്ലെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ലൈഫിൽ എപ്പോഴും ഒരു സ്വാഗ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പക്ഷേ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊമെൻറ്റിൽ ക്യാൻസർ വന്നിട്ട് പോലും അദ്ദേഹത്തിന് തിരിച്ചു വരാനായത് ഈ ഒരു ജീവിതത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നെവർ സേ ഡൈ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് മൂലം തന്നെയായിരിക്കും. മൂന്നാമത്തെ ഒരു കാര്യം ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, അത് ഭയങ്കര ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദർ ഇസ് സംതിങ് റിലേറ്റഡ് വിത്ത് ദിസ് ഐഡിയ കോൾഡ് പർപ്പസ്. യുവരാജ് പറയുന്നുണ്ട്, നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും വലിയ മഹത്തരമായിട്ടുള്ള എന്തെങ്കിലും ലക്ഷ്യം നേടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പർപ്പസ്, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വിജയം നേടേണ്ടത് എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടെങ്കിൽ ആ വിജയത്തിലേക്കുള്ള യാത്ര കൂടുതൽ എളുപ്പമാവുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ, യുവരാജ് സിംഗിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ 2011 അത്യുജ്വലമായിട്ടുള്ള ആ ഒരു പെർഫോമൻസിനെ നമുക്ക് മറക്കാനായിട്ട് പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കി നോക്കും. 362 റൺസ്, 15ഓളം വിക്കറ്റുകൾ, 4-5 മാൻ ഓഫ് ദ മാച്ച് അവാർഡ്സ്. ഈ 2011 ഈ ഒരു വേൾഡ് കപ്പ് ഫൈനൽ, അല്ലെങ്കിൽ ഈ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയതിനു ശേഷം ഇദ്ദേഹത്തെ പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ ത്രൂ ഔട്ട് ഈ പുസ്തകത്തിൽ ഉടനീളം ഈ 2011 വേൾഡ് കപ്പ് ഫൈനലിനെ ചേസ് ചെയ്തിട്ടാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു നരേഷൻ പോകുന്നത്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി, നമ്മളും അത് ഫോളോ ചെയ്യുന്നതാണ് പറയുന്നത്, ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി, അത് ഇഷ്ടപ്പെട്ടവരായിരിക്കും, പാരൻസ് ആയിരിക്കും, മെൻറ്റേഴ്സ് ആയിരിക്കും, സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സ് ആയിരിക്കും. അവർക്ക് വേണ്ടി നമ്മളൊരു വിജയം നമ്മൾ നേടുമ്പോൾ, അവരോടുള്ള നമ്മുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആ വിജയം കൊടുക്കുമ്പോൾ അതിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു മഹിമ ഉണ്ടാകുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ ക്രിക്കറ്റ് വേൾഡ് കപ്പ് വിജയം അദ്ദേഹം സമർപ്പിക്കുന്നത് മറ്റാർക്കുമല്ല, നമ്മുടെ ക്രിക്കറ്റ് ഗോഡായിട്ടുള്ള സച്ചിൻ രമേശ് ടെണ്ടുൽക്കർക്കാണ്. സച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ യുവരാജ് പറയുന്നുണ്ട്, നമുക്കറിയാം ഈ ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ് എല്ലാവരും സച്ചിൻ പാജി എന്നാണ് വിളിക്കുക. സച്ചിൻ്റേതായിട്ടുള്ള ഒരു ഇമോഷണൽ ടെർമോയിലൂടെ കടന്നു പോവാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒരു ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആയിരിക്കും. ഇതുവരെ അദ്ദേഹം മറ്റെല്ലാ ക്രിക്കറ്റിൻ്റെ സൗഭാഗ്യങ്ങളും റെക്കോർഡ്സ് നേടിയിട്ടുണ്ടെങ്കിലും വേൾഡ് കപ്പ് ഇതുവരെ അദ്ദേഹത്തിന് നേടാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഒരുപാട് ഇന്നർ ഡെമോൺസിനെ അദ്ദേഹം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബാറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ യുവരാജ് സിംഗിൻ്റെ ആ ഒരു അസ്വസ്ഥതകൾ ഏതാണ്ട് 2011 സമയത്താണ് ഇദ്ദേഹത്തിന് ക്യാൻസർ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതിനു മുമ്പ് തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോകുന്നുണ്ട്. ഇത് സച്ചിന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, സച്ചിൻ അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്രിക്കറ്റ് വേൾഡ് കപ്പ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ദിസ് ഈസ് ഫോർ ദ സച്ചിൻ. ഇത് രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, രാജ്യത്തിൻ്റെ ക്രിക്കറ്റ് ദൈവമായിട്ടുള്ള സച്ചിൻ തെണ്ടുൽക്കർക്ക് വേണ്ടിയിട്ടാകണം ഈ വിജയം. ഈ വിജയത്തിൽ ഞാനൊരു നിർണായക പങ്ക് വഹിക്കണം. അത് തൻ്റെ ഒരു ജീവിത ദൗത്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ജനറേഷന് ഏറ്റവും വലിയൊരു ലെസൺ കൂടിയാണല്ലേ. നമ്മളൊക്കെ വലിയ ഗോൾസ് ചേസ് ചെയ്യുമ്പോൾ നമ്മളത് ആർക്ക് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വരുമ്പോൾ നമ്മുടെ ആ ഒരു വിജയത്തിലേക്കുള്ള നമ്മുടെ ഒരു വഴിത്താര കൂടുതൽ സുഗമമാവുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഉടനീളം ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ കൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് ബാഗ് തുറന്ന് ടൂൾ കിറ്റ് എടുക്കുന്ന സമയത്തെല്ലാം ഒരൊറ്റ മുഖമേ മനസ്സിലേക്ക് വന്നിരുന്നുള്ളൂ, അത് സച്ചിനാണ്. രണ്ടാമത്തെ കാര്യം, അച്ഛനോടുള്ള അദ്ദേഹത്തിൻ്റെ വിയോജിപ്പുകളൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയും അച്ഛന് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, അച്ഛന് നേടാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം അത് താൻ നേടണം, തൻ്റെ നേട്ടത്തിലൂടെ അച്ഛൻ സന്തോഷിക്കണമെന്നും ഒരുപാട് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു പർപ്പസ് കണ്ടെത്തുക എന്നുള്ളത് ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിൽ നിന്നുള്ള ഒരു ലൈഫ് ലെസൺ ആയിട്ട് എനിക്ക് തോന്നി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കംബാക്ക് ഫ്രം ക്യാൻസർ ആൻഡ് കംബാക്സ്. അദ്ദേഹം ഈ പുസ്തകം തന്നെ, ഇതിൻ്റെ പേര് തന്നെ ഫ്രം ക്രിക്കറ്റ് ടു ക്യാൻസർ ആൻഡ് ബാക്ക് എന്നുള്ളതാണ്. നമുക്കറിയാം, സെമിനോമ എന്നറിയപ്പെടുന്ന ചെസ്റ്റ് ടിഷ്യൂസിനെ ബാധിക്കുന്ന ഒരു അപൂർവമായിട്ടുള്ളൊരു ക്യാൻസറാണ് യുവരാജിനെ ബാധിക്കുന്നത്. അപ്പോൾ ഈ ക്യാൻസർ ബാധിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നിരന്തരമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അദ്ദേഹത്തിനൊരു നെക്ക് പെയിൻ വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ റിസ്റ്റ് കംപ്ലൈൻ്റ് ആവുന്നുണ്ട്.
ഇനി നമുക്ക് ചിലപ്പോൾ നിങ്ങൾ ആ ഫൂട്ടേജൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ, വേൾഡ് കപ്പ് ക്രിക്കറ്റിൻ്റെ ഇടയിലൊക്കെ അദ്ദേഹം നിരന്തരമായിട്ട് അദ്ദേഹം തളർന്നു പോകുന്നുണ്ട്. ശാരീരികമായിട്ട് വലിയ ക്ഷീണം അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു. അദ്ദേഹത്തിന് ഒട്ടും ഫിസിക്കൽ സ്ട്രെങ്ത്തൊക്കെ അദ്ദേഹത്തിന് ഇല്ലാത്തൊരു സമയം കൂടിയായിരുന്നു. അദ്ദേഹം ഗ്രൗണ്ടിൽ വൊമിറ്റ് ചെയ്യുന്ന, നമ്മളൊക്കെ വേദനിപ്പിക്കുന്ന ഒരു ഫുട്ടേജ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ക്യാൻസറിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ. എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത്, എൻ്റെ ഒരു കൊളീഗ് കൂടിയാണ്. അപ്പോൾ ഈ കൊളീഗിൻ്റെ ഹസ്ബൻഡ് ക്യാൻസറിലൂടെ കടന്നു പോകുന്നൊരു സമയമാണ്. അപ്പോൾ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഇവരെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പോഴാണ് ഒരു ക്യാൻസറൊക്കെ വരുമ്പോൾ ഒരു ജീവിതത്തിന് അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന ഒരു ഇമോഷണലും ഫിസിക്കലായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ ഇപ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. യുവരാജ് സിംഗിൻ്റെ ഈ പുസ്തകം വായിച്ചപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം വേൾഡ് കപ്പ് ക്രിക്കറ്റിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് ശാരീരികമായിട്ടും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റുന്നില്ല. അദ്ദേഹത്തിന് പലപ്പോഴും വൊമിറ്റ് ചെയ്യുന്നു, തലകറക്കം വരുന്നു, പലപ്പോഴും അദ്ദേഹത്തിന് നല്ല ഉറക്കം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പുസ്തകത്തിൽ തന്നെ പലയിടത്തും അദ്ദേഹം പറയുന്നുണ്ട്, ഒട്ടുമിക്ക ക്രിക്കറ്റ് ഡേയ്സിലും, പ്രത്യേകിച്ചും ഇന്ത്യയുടെ മാച്ച് നടക്കുന്ന ദിവസങ്ങളുടെ തലേ ദിവസങ്ങളിലെല്ലാം അദ്ദേഹത്തിന് ഉറക്കം വരുന്നില്ല. പലപ്പോഴും നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഫിസിയോയും അല്ലെങ്കിൽ ടീം മെസ്സാജസ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഇദ്ദേഹത്തെ വലിയ രീതിയിൽ സഹായിച്ചിട്ട് ഉറങ്ങാനൊക്കെ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. ഈ ക്രിക്കറ്റ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൻ്റെ തലേ ദിവസം അദ്ദേഹം ഒരു സ്ലീപ്പിംഗ് പില്ല് കഴിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അന്നാണ് കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു സുഗമമായിട്ട് അദ്ദേഹം ഉറങ്ങിയതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ത്രൂ ഔട്ട് അദ്ദേഹം ഈ ക്യാൻസർ ആണെന്ന് അദ്ദേഹം അത് തിരിച്ചറിയുന്നില്ല, പക്ഷേ വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ അദ്ദേഹം വെസ്റ്റ് ഇൻഡീസിനെതിരെ കാഴ്ചവെച്ചിട്ടുള്ള അവിസ്മരണീയമായുള്ളൊരു പെർഫോമൻസാണ്. 113 റൺസോ മറ്റുമാണ് അദ്ദേഹം അന്ന് സ്കോർ ചെയ്യുന്നത്. ഈ ക്രിക്കറ്റിൽ അന്ന് ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് ഫിസിക്കൽ കണ്ടീഷനാണ്. ലിറ്ററലി അദ്ദേഹം ഇങ്ങനെ തളർന്നു വീഴും എന്നുള്ളൊരവസ്ഥയിലാണ്, ബാറ്റ് പിടിച്ച് ഉയർത്താൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. ഇത് കണ്ടിട്ട് അമ്പയർ വന്നിട്ട് ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ആർ യു ഓക്കെ? അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന ഒരു മറുപടി അത് ഗംഭീരമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഐ വിൽ സ്റ്റേ ഹിയർ ടിൽ ഐ കൊളാപ്സ്. ഞാൻ വീഴുന്ന വരെ എൻ്റെ രാജ്യത്തിന് വേണ്ടി ഇവിടെ നിന്ന് ബാറ്റ് ചെയ്യും, അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പാഡ് അണിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വല്ലാത്തൊരു മാച്ചായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം തന്നെയായിരുന്നു അന്ന് മാൻ ഓഫ് ദി മാച്ചായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ക്യാൻസറിൻ്റെ നമ്മൾ ഒരു ടോക്സിക് പോസിറ്റിവിറ്റിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല. ഈ പുസ്തകത്തിൻ്റെ വേറൊരു ഏറ്റവും നല്ല ആസ്പെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഈ ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് ഒരു വ്യക്തി കടന്നു പോകുന്ന ഒരു വൾണറബിലിറ്റീസ് ഉണ്ട്. നമുക്ക് യുവരാജ് സിംഗിനെ ഭയങ്കര ചാമ്പ്യനായിട്ടോ അല്ലെങ്കിൽ വലിയൊരു ടീം ലീഡറൊക്കെ ആയിട്ടാണ് നമുക്ക് അറിയുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇദ്ദേഹം കടന്നു പോകുന്നൊരു വല്ലാത്തൊരു വൈകാരികമായിട്ടുള്ള അവസ്ഥകളുണ്ട്. ഇദ്ദേഹം പറയുന്നുണ്ട്, ഇദ്ദേഹം ഈ ക്യാൻസർ കൺഫേം ചെയ്തതിന് ശേഷം ബോസ്റ്റണിലോ മറ്റോ ഉള്ള വിദേശത്തുള്ള US-ലുള്ള ഏറ്റവും മികച്ച ഒരു ഓങ്കോളജിസ്റ്റിൻ്റെ കീഴിലാണ് അദ്ദേഹം ട്രീറ്റ്മെൻറ്റിന് വിധേയമാവുന്നത്. അപ്പോൾ ഈ കീമോതെറാപ്പിയിലൂടെ കടന്നു പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ മുടി മുട്ടയടിക്കുന്നു. അദ്ദേഹം വല്ലാത്ത ഒരു മാനസിക സംഘർഷങ്ങളിലേക്ക് വീണു പോകുന്നുണ്ട്. ഇത് വായിച്ചപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ക്യാൻസർ പേഷ്യൻസ് കടന്നു പോകുന്ന ഈ ഒരു മാനസിക സംഘർഷങ്ങളെക്കുറിച്ചൊക്കെ ഞാനൊക്കെ ആലോചിച്ചത്. യുവരാജ് സിംഗ് തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഫിസിക്കലി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊക്കെ അത്യാവശ്യം നല്ലൊരവസ്ഥയിലാണ്, പക്ഷേ ഇന്ത്യയിലെ മറ്റുള്ള ആൾക്കാരുടെ അവസ്ഥയൊക്കെ എങ്ങനെയായിരിക്കില്ല, ഒരു ക്യാൻസറൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം പണച്ചെലവുള്ളൊരു പരിപാടിയാണല്ലേ. അപ്പോൾ ഈ കീമോതെറാപ്പിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം നിരന്തരമായിട്ട് തളർന്നു പോകുന്നുണ്ട്. കാരണം ക്രിക്കറ്റ് വേൾഡ് കപ്പിൻ്റെ നേടി ജീവിതത്തിൻ്റെ ഏറ്റവും ഒരു ഉയർന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ക്യാൻസർ കൺഫേം ചെയ്യുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടൊരു പൂപ്പ് കുത്തുന്ന അവസ്ഥയാണ്. അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നുണ്ട്. ശരീരത്തിൻ്റെ, കാരണം ഒരു ക്രിക്കറ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു ശരീരമാണ് അയാളുടെ ആയുധമല്ലേ, ശരീരത്തിൻ്റെ മേലുള്ള അദ്ദേഹത്തിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുന്നു. അദ്ദേഹം ലാസ്റ്റ് കീമോതെറാപ്പിയെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യമുണ്ട്. യുവരാജ് പറയുന്നു, ലാസ്റ്റ് കീമോതെറാപ്പി എന്ന് പറഞ്ഞ ജീവിതത്തിലെ ഏറ്റവും വേഴ്സ്റ്റ് ബാറ്റിലായിരുന്നു എന്നാണ് പറയുന്നത്. ലിറ്ററലി യുവരാജിന് നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല, ശരീരമുണ്ടെന്ന് ഫീൽ ചെയ്യുന്നില്ല. പലതവണ അദ്ദേഹം പൊട്ടിക്കരയുന്നുണ്ട്. ഈ സമയത്തെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ അമ്മയാണ്. ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, കുറേ കളർ ഫോട്ടോസ് ഉണ്ട്. പ്രത്യേകിച്ചും ഈ കീമോതെറാപ്പിയിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു കണ്ണാടി നോക്കുന്ന ഒരു ഫോട്ടോയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു സെലിബ്രിറ്റി ക്യാൻസർ എന്നുള്ളൊരു അസുഖത്തിലൂടെ കടന്നു പോകുന്നു, അതിനെ നോർമലൈസ് ചെയ്യുന്നു, അതിനെക്കുറിച്ച് ചർച്ചകൾക്ക് ഇടമൊരുക്കുന്നു. ഇതൊക്കെ ഒരു നല്ല കാര്യം തന്നെയായിരുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ഈ ക്യാൻസർ എന്നുള്ള ഒരു വലിയൊരു നമ്മളെയൊക്കെ പീഡിപ്പിക്കുന്ന ഒരു ഭീതിജനകമായുള്ളൊരു അസുഖം, അപ്പോൾ അതിലൂടെ ഒരു വ്യക്തി കടന്നു പോകുന്നു, അതിനെ അദ്ദേഹം അതിജീവിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇനി ഈ പുസ്തകത്തിൽ നിന്നുള്ള അവസാനത്തെ ഒരു ലെസൺ കൂടി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. അത് ദിസ് ഇസ് അബൌട്ട് നർച്ചറിങ്, ദിസ് ഇസ് അബൌട്ട് ബീയിങ് സറൗണ്ടഡ് വിത്ത് ഗുഡ് പീപ്പിൾ, എസ്പെഷ്യലി ബിലൗഡ് വൺസ്. യുവരാജ് സിംഗിൻ്റെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ട് അദ്ദേഹം തന്നെ പറയുന്നത്, ത്രൂ ഔട്ട് ഈ പ്രശ്നങ്ങളെല്ലാം, ഈ വലിയ ബുദ്ധിമുട്ടുകളിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഭയങ്കര സ്നേഹത്തോടു കൂടി, ഭയങ്കര കെയറോട് കൂടി, ഭയങ്കര സ്ട്രെങ്തോടു കൂടി നിൽക്കാനായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അതിൽ ആദ്യം പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരാണ്. കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് അമ്മ വേറെയാണ് താമസിക്കുന്നത്, അച്ഛൻ വേറെയാണ് താമസിക്കുന്നത്. മാനസികമായിട്ടും ഇദ്ദേഹത്തെ ഒരുപാട് ഇത് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഈ ക്രിക്കറ്റിൻ്റെ സമയത്തായാലും അതുപോലെ തന്നെ അസുഖം കൺഫേം ചെയ്യുന്ന സമയത്തായാലും അമ്മയുൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന സുഹൃത്ത് വലയം അവർ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്, അല്ലേ? നമുക്കറിയാം, നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു അസുഖം വരുന്ന സമയത്തോ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്തൊക്കെ നമ്മുടെ ഒരു സുഹൃത്ത് വലയം എത്രത്തോളം ഇമ്പാക്റ്റ്ഫുൾ ആണെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നുണ്ട്. ശരിക്കും ഇത് നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അമ്മയോട് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ അദ്ദേഹത്തിൻ്റെ ബാറ്റ് കൊണ്ടുപോയിട്ട് പൂജിക്കുന്നുണ്ട്. ഇതിലൊക്കെ അമ്മയെ കെട്ടിപ്പിടിച്ച് അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെ പോലെ കരയുന്ന ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അമ്മയാണ് പ്രത്യേകിച്ചും ആ ക്യാൻസറിൻ്റെ സമയത്തൊക്കെ അദ്ദേഹത്തെ തിരിച്ചു വരാനും, അദ്ദേഹം ഒരു വേൾഡ് ക്രിക്കറ്റിംഗ് ചാമ്പ്യൻ എന്നുള്ളതിൽ നിന്ന് മാനസികമായിട്ട് തളർന്നു പോയിട്ടുള്ളൊരു യുവാവായിട്ട് മാറുന്നുണ്ട്. ആ സമയത്തെല്ലാം അമ്മ നൽകുന്ന ഒരു സ്നേഹവും കരുതലും സംരക്ഷണവുമാണ് അദ്ദേഹത്തെ പിടിച്ചു നിർത്തുന്നത്. അതിൻ്റെ ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, ഈ 2011 വേൾഡ് കപ്പിന് മുമ്പ് അദ്ദേഹം അമ്മയെ വേറെ സ്ഥലത്തോട്ട് താമസം മാറ്റി പാർപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസിൻ്റെ ഒരു ടോക്സിക് സ്വഭാവം ഉണ്ട്, അല്ലേ? ഇന്ത്യ കപ്പൊക്കെ നേടിയില്ലെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും, ഈ ക്രിക്കറ്റേഴ്സിൻ്റെ വീടൊക്കെ ചെന്ന് തല്ലിപ്പൊളിക്കാനോ കല്ലെറിയാനോ ചാണകം വാരി എറിയാനോ ഒക്കെ നിൽക്കുന്നതാണ്. അപ്പോൾ അമ്മയോട് എപ്പോഴും അദ്ദേഹത്തിനൊരു കരുതലുണ്ടായിരുന്നു. അമ്മ മാത്രമല്ല, അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായാലും ഡോക്ടേഴ്സ് ആയാലും. ഇദ്ദേഹത്തെ കാണാനായിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ വരുന്നുണ്ട്, സച്ചിൻ പാജി വരുന്നു, അനിൽ കുംബ്ലെ വരുന്നുണ്ട്. അനിൽ കുംബ്ലെ വരുന്ന സമയത്ത് അദ്ദേഹം പഴയ ആ ഒരു ഗോൾഡൻ മൊമെൻറ്റ്സ് ഇങ്ങനെ യൂട്യൂബിൽ വീണ്ടും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുംബ്ലെ പറയുന്നുണ്ട്, ഇത് എന്തിനാണ് വീണ്ടും വാച്ച് ചെയ്യുന്നത്? ഇപ്പോൾ നിനക്ക് ഹീലിംഗ് ആണ് ആവശ്യം, ഇപ്പോൾ ഓക്കെ ആകും, എന്നിട്ട് നമുക്ക് പതുക്കെ തിരിച്ചു വരാമെന്ന്. അപ്പോൾ നമ്മുടെ കൂടെ എപ്പോഴും ഒരു ഒരു സ്ട്രെങ്ത് ആയിട്ട് കുറച്ച് മനുഷ്യരുണ്ടാവുക എന്നുള്ളത് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഇൻസിഡൻറ്റ്, ഒരു എക്സാമ്പിൾ തന്നെയാണ് യുവരാജിൻ്റെ ഈ ഒരു ലൈഫിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ബയോഗ്രഫി അല്ലെങ്കിൽ മെമ്മോയർ, ഓട്ടോബയോഗ്രഫി എന്നൊക്കെയുള്ള ഒരു ജോൺറയിലുള്ള പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. സച്ചിൻ പറയുന്നത് പ്യുവർ ഇൻസ്പിറേഷൻ എന്നാണ് ഈ പുസ്തകത്തെക്കുറിച്ച്. അപ്പോൾ ഇനി യുവരാജ് സിംഗിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുകയോ അദ്ദേഹത്തെക്കുറിച്ച് വായിക്കുകയോ അദ്ദേഹത്തെ ഇനി നിങ്ങൾ പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ പുസ്തകം നിങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ഒരു വലിയൊരു മുതൽക്കൂട്ടാവും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത്രയും ഒരു വലിയ തീക്ഷ്ണമായിട്ടുള്ള ഒരു ക്യാൻസറിൻ്റേതായുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നുപോയിട്ട് യുവരാജ് എങ്ങനെയാണ് മാറിയത്, ഈ അനുഭവങ്ങളൊക്കെ ഏത് രീതിയിലാണ് അദ്ദേഹത്തെ മാറ്റിയത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് UV-CAN എന്നറിയപ്പെടുന്നൊരു സംഘടന. അദ്ദേഹം ക്യാൻസറിൽ നിന്ന് വിമുക്തി നേടിയതിന് ശേഷം ഇന്ത്യയിലെ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന അദ്ദേഹം രൂപീകരിക്കുന്നു. ആ സംഘടനയുടെ പ്രവർത്തനങ്ങളൊക്കെ എന്നും സജീവമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മളൊരു വലിയൊരു ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ട് അതിൻ്റെ ഒരു ലെസൺസ് അല്ലെങ്കിൽ അതിൽ നിന്നുള്ളൊരു ഇൻസൈറ്റ് ലോകത്തിന് കൊടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അത്രമാത്രം സ്നേഹവും അല്ലെങ്കിൽ അഫെക്ഷനൊക്കെ ആ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് ചുറ്റുമുണ്ടായിരുന്ന ലോകം യുവരാജ് സിംഗിന് തിരിച്ചു നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ പുസ്തകത്തെക്കുറിച്ചിട്ടുള്ള കൊച്ചു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് തോന്നുന്നു 200 രൂപയും മറ്റേ പുസ്തകത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ പുസ്തകം വായിക്കാനായിട്ട് ശ്രമിക്കുക. പുസ്തകത്തിൻ്റെ മറ്റൊരു സവിശേഷത, വളരെ റെയറായിട്ടുള്ള ഒരുപാട് ഫോട്ടോസ്. ഞാൻ ഈ 2000 ആ ഒരു പീരീഡിലുള്ള സൗരവ് ഗാംഗുലിയുടെ ആ ഒരു ക്രിക്കറ്റ് ടീമിനെ ഒരുപാട് ആരാധിക്കുന്നൊരു വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസ് കൂടിയാണ്. അപ്പോൾ ഇവരുടെ എല്ലാ ലൈഫും നമുക്ക് ഭയങ്കര സിമിലറാണ്. അപ്പോൾ ഇതുവരെ കാണാത്ത പല മനോഹരമായിട്ടുള്ള യുവരാജിൻ്റെ ലൈഫിൽ നിന്ന്, യുവരാജിൻ്റെ ലൈഫ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പല മുഹൂർത്തങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ കളർ ഫോട്ടോസായിട്ട് കൊടുത്തിട്ടുണ്ട്.
അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നാറ്റ് വെസ്റ്റിൽ 2002 ഗാംഗുലി ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഈ ഒരു ജേഴ്സിയൊക്കെ ഊരുന്ന സമയത്ത് യുവരാജിനും ഊരാനായിട്ടൊരു മോഹമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ ഒരു ഡ്രസ്സിംഗ് റൂമിൽ നിൽക്കുന്ന കയ്യൊക്കെ ഉയർത്തി നിൽക്കുന്ന ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഫോട്ടോയൊക്കെ ഉണ്ട്. അപ്പോൾ പുസ്തകം നിങ്ങൾ വായിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം കേട്ടതിന് നന്ദി. സോ താങ്ക് യു.